ഈ സ്കൂളിൽ പഠിക്കുമ്പോൾ ബാബുച്ചേട്ടൻ്റെ റേഷൻ കടയിൽ വരുമ്പോൾ ബാബുച്ചേട്ടൻ അത് ഓർക്കുമോ എന്ന് എനിക്കറിയില്ല. എനിക്ക് ജീവികളോടൊപ്പം ഒരിത്തിരി ഇഷ്ടമുള്ളതുകൊണ്ട് അന്ന് ബാബുച്ചേട്ടൻ്റെ റേഷൻ കടയിൽ ഒരു കോഴി ഉണ്ടായിരുന്നു. ഒരു കോഴീനെ കൊട്ടയിട്ട് മൂടി ഒരു ചെറിയ കമ്പക്കെട്ട് കെട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. ഈ കോഴിക്ക് രണ്ട് കണ്ണും കാണൂല. അപ്പൊ ബാബുച്ചേട്ടനോട് ഞാൻ ചോദിച്ചിട്ടുണ്ട്, ഇത് എന്താണ് ഇവിടെ എങ്ങനെ? പുള്ളി പറഞ്ഞാൽ ഈ കോഴിക്ക് കണ്ണ് കാണാത്തതുകൊണ്ട് ഇതിന് തന്നെ തെരഞ്ഞ് തിന്നാൻ പറ്റൂല. വേണേ ഒന്ന് തിന്നാൻ ബാബുച്ചേട്ടന് പറ്റുമായിരിക്കും, പക്ഷെ പുള്ളി അത് ചെയ്യാതെ എത്രയോ നാൾ, പുള്ളിക്ക് അരിക്ക് മഞ്ഞമില്ലല്ലോ, റേഷൻ കടയാണല്ലോ, എടുത്തിട്ട് കൊടുത്താൽ മതിയല്ലോ. അപ്പൊ എത്രയോ നാള് അത് അന്നത്തെ റേഷൻ കൂടെയാണ്, മുഴുവൻ കിട്ടും വേണം ഈ കോഴിക്ക്. അപ്പം അങ്ങനെ ഒരു കോഴി പുള്ളിയുടെ കടയിലുണ്ടായിരുന്നു. ഇത് ഞാൻ പറഞ്ഞത് നല്ലത് ചെയ്യാനുള്ള ഒരു മനുഷ്യന്റെ ടെൻഡൻസി, ഒരു പാറ്റേൺ ആണ് നമ്മൾ അവിടെ കണ്ടത്. അന്ന് മുതൽ ഇന്ന് ഇതിന് സ്ഥലം വിട്ട് കൊടുത്തത് വരെ അദ്ദേഹത്തിന്റെ ഒരു നല്ല പ്രവൃത്തികൾ അദ്ദേഹം തുടർന്നുകൊണ്ടേയിരിക്കുന്നു. അതിന് ഞാൻ അദ്ദേഹത്തെ അഭിനന്ദിക്കുന്നു. ചെറിയ കാര്യമല്ല, നമ്മളത് ചെയ്യുന്നു എന്ന് നമ്മൾ അവനവന്റെ പേരിൽ ഒന്ന് ആലോചിച്ച് നോക്കിയാലേ അത് എന്തുമാത്രം വലിയ കാര്യമാണ് എന്ന് നമുക്ക് മനസ്സിലാവുള്ളൂ. അത് അദ്ദേഹം ചെയ്തു. സുഖൻ അതിന് മുന്നിട്ടിറങ്ങി. അങ്ങനെ ഇവരുടെ എല്ലാവരുടെയും ശ്രമഫലമായി ഇത്രയും ഗംഭീരമായൊരു കെട്ടിടം അവിടെ ഉണ്ടായി. അത് ഈ നാടിന്റെ കെട്ടിടമാണ്, പാർട്ടിയുടെ കെട്ടിടമല്ല. ഇനിയും ഈ പറഞ്ഞതുപോലെ ഒരുപാട് സംസാരിച്ച് സമയം കളയുന്നില്ല. കാരണം കേരളവും സ്ഥിതിയും രാഷ്ട്രീയവും എല്ലാം എനിക്ക് മുമ്പേ സംസാരിച്ചവർ പറഞ്ഞു.